Date nerandale Nogorulla murandale Maratinurale Kine namme marichale Tani loga murakari Narabhavana dhikkari Paraloga kari veena bhoomi nudayale Lights out, we bringing the shiver. Stand for your people, gotta fight for your ground. And when the stance is medieval and the quiet is loud, you gotta plan another sequel, then you riot it down. With the command, the upheaval, as high as the clouds. How do you want it to be? You gotta fight for a reason, baby, freedom ain't free. Murivaru maraniyale, tira tera ipe mari, padaye panga, ganna. ഈ പെണ്ണ് എന്താ ഇങ്ങനെ ഈ സമയത്ത് ഒറ്റയ്ക്ക്? ഹലോ ഹലോ, കുട്ടി ആരാ? എന്താ ഇവിടെ നിൽക്കുന്നത്? എനിക്ക് നെഞ്ചിലെന്തോ വേദന പോലെ, വല്ലാത്ത തളർച്ച. കുടിക്കാൻ വല്ലതും വേണോ? ആ വേണം. ദാ. വേണ്ട, നെഞ്ചു വേദനയുണ്ട്, എനിക്കൊരു ഡോക്ടറെ കാണണം. കുട്ടി ഈ നാട്ടുകാരി അല്ലേ? അല്ല. ഈ രാത്രി സമയത്ത് ഒറ്റയ്ക്കാണോ? അതെ. ദേ, ആ വളവ് തിരിഞ്ഞാൽ ഒരു ആശുപത്രി ഉണ്ട്, പ്രൈവറ്റ് ആണ്, അങ്ങോട്ട് പോയിക്കോ. കാഷ്വാലിറ്റി ചെന്നാ അവര് ഡോക്ടർ വിളിക്കും. അല്ല റസി, നീ ഇപ്പോഴേ ബസ് സ്റ്റാൻഡിൽ തന്നെ നിൽക്കണോ? 7:30 ബസ്സൊക്കെ എപ്പോഴേ പോയി. ആ സത്യേട്ടാ, പോണ വഴി ATM കയറിയതാ, അപ്പോഴാ ഈ കുട്ടിയെ കണ്ടത്. ഇതാരാ? കണ്ടിട്ട് ഈ നാട്ടുകാരി അല്ലല്ലോ. അല്ലേ, ആ കുട്ടിക്ക് നെഞ്ചുവേദന ഉണ്ടത്രേ. ഞാൻ എത്രയും വേഗം ആശുപത്രിയിലേക്ക് പോകാൻ പറഞ്ഞു. ചെറുപ്പക്കാർക്ക് വരെ ഹാർട്ട് അറ്റാക്ക് വരണ കാലമല്ലേ. എന്നിട്ട് ഏത് ആശുപത്രിയിലേക്ക് പോകാനാ നീ കുട്ടിയോട് പറഞ്ഞേ? മെഡിടോപ്പിലേക്ക്, അതല്ലേ ഏറ്റവും അടുത്ത്. എന്താ റസി ഇത്? ഒരു അന്യ നാട്ടുകാരി കുട്ടി നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവളെ കൊലക്കൊടുക്കാൻ പോവണോ? കുട്ടി എവിടെന്നാ? സ്വീഡൻ. കണ്ട, അന്യ നാട്ടുകാരി കുട്ടി, അതിനിവിടത്തെ കാര്യങ്ങൾ വല്ലതും അറിയോ? മോളെ, ദേ ഇവള് പറഞ്ഞ ആശുപത്രി ഉണ്ടല്ലോ, മരുന്ന് മാഫിയയുടെ സെന്ററാണ്. അവിടെ ചെന്ന് അവര് പിടിച്ച് ICUലാക്കും. അവിടെയുള്ള എല്ലാ മെഷീനിലും കയറ്റി ഇറക്കും. അവിടെ ചെലവാകാതെ കിടക്കുന്ന സകല മരുന്നുകളും നിനക്ക് തരും.
പോരാത്തതിന് ടെസ്റ്റുകൾ. നിന്നെ കണ്ടാലറിയാം കാശുള്ള വീട്ടിലെ കുട്ടിയാണെന്ന്. അത് മുഴുവൻ പിഴിഞ്ഞെടുത്തിട്ടേ അവര് വിടൂ. പിന്നെ പിന്നെ അതൊക്കെ അസൂയക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ? അല്ലെന്നേ, ആർക്കാണ് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടുന്നത്? അലോപ്പതിക്കാർക്കല്ലേ. കഴിഞ്ഞ ദിവസം കിട്ടിയില്ലേ താമരശ്ശേരിയിൽ ഒരു ഡോക്ടർക്ക് തലക്ക് വെട്ട്? ഏതെങ്കിലും ആയുർവേദ ഡോക്ടർക്ക് തല്ല് കിട്ടിയത് കേട്ടിട്ടുണ്ടോ? അത് ശരിയാണല്ലോ. കുട്ടി എൻ്റെ കൂടെ പോര്. എൻ്റെ അനിയൻ ആയുർവേദ ഡോക്ടറാണ്. അവൻ്റെ ആശുപത്രി ഇവിടുന്ന് 10 മിനിറ്റേ ഉള്ളൂ. അവിടെ ചെന്ന കിഡ്നിയും ലിവറും ഒന്നും അടിച്ചു പോകാതെ കുട്ടിയുടെ രോഗം അവൻ മാറ്റിത്തരും. അതുള്ളതാ, നല്ല മരുന്നൊക്കെ കിട്ടും. പക്ഷേ ഇംഗ്ലീഷ് മരുന്നിന് ചെലവാകുന്നതിനേക്കാൾ കൂടുതൽ കാശ് ചെലവാകും. ഏയ്, പൈസ പ്രശ്നമല്ല. അവിടെ ബ്ലഡ് ബാങ്ക് ഉണ്ടോ? ബ്ലഡ് ബാങ്കോ? എന്റെ കുട്ടി, നെഞ്ചുവേദനക്ക് ബ്ലഡ് കയറ്റേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ ഓരോന്ന് ഓർത്ത് പേടിക്കണ്ട. ഇതൊരു കഷായം കുടിച്ചാൽ മാറാവുന്ന കേസേ ഉള്ളൂ. ആർക്കാണ് ഇപ്പൊ ഈ കഷായം കൊടുക്കാൻ പോണത്? ദേ ഈ കുട്ടിക്ക്. അവൾക്ക് നല്ല തളർച്ചയും നെഞ്ചുവേദനയും. അലോപ്പതി ആശുപത്രിയിലൊന്നും പോയി തലവെച്ച് കൊടുക്കല്ലേ എന്ന് ഞാൻ പറയായിരുന്നു. അതെന്തായാലും നന്നായി. എൻ്റെ കൊച്ചെ, ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ കൊച്ചിൻ്റെ അസുഖം മാറും. പക്ഷേ വേറെ പുതിയ സൂക്കയുടെ ഒരു 5-6 കിട്ടും. ഞാൻ ഇന്നാള് കൈവേദനയ്ക്ക് ഒരു അലോപ്പതി ഡോക്ടറെ കണ്ടു. അയാൾ ഒരു 3 കൂട്ടം മരുന്ന് എനിക്ക് തന്നു. അതിൽ ഒരെണ്ണം ഞാൻ കഴിച്ചു, ബാക്കിയുള്ള ഞാൻ വലിച്ചെറിഞ്ഞു. എൻ്റെ കൈവേദനയൊക്കെ മാറി. പക്ഷെ അന്ന് തുടങ്ങിയ വയറരിച്ചലും ചെറുതിലും ഇപ്പോഴും മാറിയിട്ടില്ല. എടോ, ഡോക്ടർമാര് പറയണ പോലെ മരുന്ന് കഴിക്കണം. 2 തന്നാ 2 കഴിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. കണ്ട കൈവേദന മാറിയപ്പോ വയറുവേദന വന്നു. അതാ ഞാൻ പറഞ്ഞേ, ആയുർവേദത്തിന് ഇതുപോലുള്ള സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവൂല. അതാകുമ്പോ ഇഫക്ട്സും ഇല്ല, സൈഡ് എഫക്ട്സും ഇല്ല. ഈ കൊച്ചിന് നെഞ്ചുവേദന എന്നല്ലേ പറഞ്ഞത്? വല്ല ഹാർട്ട് അറ്റാക്കും ആണെങ്കിലോ? കഷായം ലേഹ്യം ഒക്കെ കഴിച്ച് അതിന്റെ ഫലം വരുമ്പോഴേക്കേ ആള് തട്ടിപ്പോവൂലേ? ആ, കറക്റ്റ് കുട്ടി. ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലത് ഹോമിയാണ് ട്ടാ. നിങ്ങൾ ഡോക്ടറാണോ? ഞാനല്ല, എൻ്റെ മോനും മരുമോനും ഡോക്ടേഴ്സ്. ഹോമിയോ സത്യം പറഞ്ഞാല് ഇപ്പോഴുള്ള ചികിത്സാ രീതികളിൽ ഏറ്റവും ബെസ്റ്റ് ഹോമിയാണ്. അത് താൻ അങ്ങോട്ട് തീരുമാനിച്ചാൽ മതിയോ? ആ, വെയിറ്റ്, ഞാൻ പറഞ്ഞു തരാം. ഐ വിൽ എക്സ്പ്ലെയിൻ. പനിയായിട്ട് ഒരാൾ ഒരു അലോപ്പതി ഡോക്ടറെ കാണാൻ ചെന്നാൽ അയാൾ എന്ത് തരും? പാരസ്റ്റമോള്. അല്ലാതെ എന്ത്? അതാണ്. ഡെങ്കിപ്പനി ആയാലും എലിപ്പനി ആയാലും പന്നിപ്പനി ആയാലും അവർക്കൊറ്റ മരുന്നേ ഉള്ളൂ, പാരസെറ്റമോൾ. പക്ഷെ ഹോമിയോയിൽ അങ്ങനെയല്ല. ഓരോ തരം പനിക്കും വ്യത്യസ്തമായ മരുന്നാണ്. മലമ്പനിക്ക് വേറെ, എലിപ്പനിക്ക് വേറെ. അതെ, തന്റെ ഹോമിയോ പോലല്ല ആയുർവേദം. നൂറ്റാണ്ടുകളായി അനുഭവങ്ങളിലൂടെ കണ്ടുപിടിച്ച പച്ചമരുന്നുകളാണ് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നത്. ആ, നിക്ക്. എടോ, താൻ ഈ പറയുന്ന പച്ചമരുന്നുകൾ നാട്ടിൽ എവിടെയെങ്കിലും കാണാനോ കിട്ടാനോ ഉണ്ടോ? കുറുന്തോട്ട്, കീഴർന്നല്ലി, അമൃത്, വലമ്പരി, ഇടംപരി, കുഞ്ഞുണ്ണി അല്ലടോ, കഞ്ഞുണ്ണി. എന്ത് കുന്തായാലും അതൊക്കെ കിലോ കണക്കിന് വേണ്ടേ ഈ മരുന്നുകളൊക്കെ ഉണ്ടാക്കാൻ? എവിടുന്ന് കിട്ടാൻ? നേർപ്പിക്കും തോറും എഫക്റ്റ് കൂടുന്നല്ലേ നിങ്ങൾ ഹോമിയോക്കാരി പറയണത്? അപ്പൊ പിന്നെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങ് നേർപ്പിച്ചോളാം. എവിടെ ആ കുട്ടി? എവിടെ? ഏത് കുട്ടി? വിദേശത്ത് നിന്നൊരു കുട്ടി എന്തോ വയ്യായികയായിട്ട് ഇവിടെ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞു. ആ കുട്ടി ബ്ലഡ് ബാങ്ക് എവിടെ ചോദിച്ചുകൊണ്ട് നടക്കണ്ടായിരുന്നു. ബ്ലഡ് ബാങ്കോ? അതെന്തിനാ? എന്തിനാണാവോ? ദേവരന് കുട്ടി, ഞാൻ സുഗുണൻ, നാഡീ വൈദ്യനാണേ. കുട്ടിക്ക് എന്തോ സുഖമില്ല എന്ന് പറഞ്ഞു കേട്ടു. ഒന്നും കുടിച്ചിരുന്നില്ല, ഇപ്പൊ കുടിച്ചപ്പോൾ ക്ഷീണം കുറഞ്ഞു. എന്ത് കുടിക്കാൻ? ഇവിടെ അടുത്ത് ഹോട്ടലൊന്നുമില്ലല്ലോ. ബ്ലഡ് ബാങ്ക്. ആ, ബ്ലഡ് ബാങ്കിന്റെ അടുത്തൊരു തട്ടുകടയുണ്ട്, അവിടെ നിന്നായിരിക്കും അല്ലേ? കുട്ടി, ആ കൈയൊന്ന് നീട്ടിക്കേ. നാഡി പിടിച്ചു നോക്കിയിട്ട് എന്താണ് കുട്ടിയുടെ പ്രശ്നം എന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം. വേണ്ട. കുട്ടി, നാഡിയാണ് ജീവിതത്തിന്റെ പാസ്വേഡ്. അതൊന്ന് കിട്ടിയ എല്ലാ രോഗങ്ങളും കൃത്യമായിട്ട് പറയാൻ എനിക്ക് പറ്റും. കൈയൊന്ന് കാണിക്കേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? കാണിക്കൂ കുട്ടി. ഇതെന്താ കൈ ഇങ്ങനെ ഐസ് പോലെ തണുത്തിരിക്കണല്ലോ? നോക്കട്ടെ. തലച്ചോറിലെ സൈനസിലെ
കഫം അടിഞ്ഞു കൂടിയിട്ടുണ്ട്. തലവേദനയും മൂക്കടപ്പും ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഇല്ല. ഉണ്ടാവും. കുട്ടി ശ്രദ്ധിക്കാത്തതുകൊണ്ടാണേ. നടുവിൻ്റെ L4, L5, S1 എന്നീ വെർട്ടിബ്രയ്ക്കൊക്കെ ആകെ തേമാനുണ്ട്. അതുകൊണ്ടാണ് ഈ നടുവേദനയും കാല് വലിച്ചിലും ഒക്കെ തോന്നണതേ. അതൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇല്ല. ഉണ്ടാവും. കുട്ടി ശ്രദ്ധിക്കാത്തതുകൊണ്ടാണേ. 2 പെടലിക്കും തോടിനും ഒക്കെ നീർക്കെട്ടലുണ്ട്. കഴുത്ത് തിരിക്കുമ്പോഴും കൈ പൊക്കുമ്പോഴൊക്കെ വേദന ഉണ്ടാവും ഇല്ലേ? ഉണ്ടാവും, ഉണ്ടാവും. കുട്ടി ശ്രദ്ധിക്കാത്തതുകൊണ്ടാണേ. ഫാറ്റി ലിവറും കിഡ്നിയിൽ ചെറിയ കല്ലുകളും ഒക്കെ കാണുന്നുണ്ട്. കാൽമുട്ടിന് തേയ്മാനം ഉണ്ട്. ചെറുതായിട്ട് യൂറിക് ആസിഡ് കൂടിയിട്ടുമുണ്ട്. എനിക്ക് ഈ അസുഖങ്ങളൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഞാൻ തന്നെ പരിഹരിച്ചോളാം. എന്റെ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. എടോ സുഗുണ, താൻ എങ്ങനെ ഈ കയ്യിലൊന്നിങ്ങനെ പിടിച്ചിട്ട് കിഡ്നി കിടക്കണ കല്ലും രക്തത്തിലെ യൂറിക് ആസിഡും തലയിലെ ട്യൂമറും വരെ പറയണത്? അതാണല്ലോ ശാസ്ത്രം, നാഡീശാസ്ത്രം. തൻ്റെ കൈയൊന്ന് കാണിച്ചേ. ഏയ്, തനിക്ക് നല്ല മൂലക്കുരുണ്ടല്ലോ. പിന്നെ കൈ പിടിച്ചു നോക്കിയിട്ടല്ലേ മൂലത്തിലെ കുരു കണ്ടുപിടിക്കണത്. ഓരോരോ ടൈപ്പുകള്. തന്റെ പേരിന്റെ മുമ്പിലേ ഡോക്ടർ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. താനെന്താ വല്ല PhD എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടില്ല, എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ എടുക്കും. എടോ, എടുത്ത് കഴിഞ്ഞിട്ട് വെച്ചാ പോരെ ഈ ഡോക്ടർ സുഗുണൻ? ബോർഡ് എഴുതിയപ്പോഴേ അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ മാറ്റി എഴുതാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാവേ. കുട്ടി, എൻ്റെ ക്ലിനിക്കിലേക്ക് ഒന്ന് വരൂ കേട്ടോ. ഞാനൊരു മരുന്ന് തരാം. അത് 2 തുള്ളി വെച്ച് 3 നേരം ദിവസവും കുടിച്ചാൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങളും മാറും. ഒറ്റമൂലിയാണേ. ഒറ്റ മരുന്ന് കൊണ്ട് ഒരുപാട് രോഗങ്ങൾ അങ്ങോട്ട് ഭേദമാവും. ഈ എല്ലാ രോഗങ്ങളും മാറാൻ ഒറ്റ മൂലിയും ഇരട്ട മൂലിയും ഒന്നുമല്ല വേണ്ടത്. ABC ജ്യൂസ്. ദിവസവും 1 ഗ്ലാസ് ABC ജ്യൂസ് കുടിച്ചാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ രോഗങ്ങളും മാറും. ABC ജ്യൂസോ? അതെന്താ സാധനം? ആ, ABC ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്. ഞങ്ങളുടെ വെൽനസ് ക്ലിനിക്കിൽ നിങ്ങൾ എപ്പോൾ വന്നാലും ഇത് കിട്ടും. എനിക്കാണെങ്കിൽ ഈ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ പഞ്ചായത്തിലും ക്ലിനിക് ഉണ്ടല്ലോ. ഇവിടെയും ഉണ്ട്. കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കുട്ടിയുടെ പ്രശ്നങ്ങൾക്കുള്ള മരുന്നുകൾ ഈ പ്രകൃതിയിൽ തന്നെ ഉണ്ട്. ഒരു സൈഡ് ഇഫക്റ്റും ഇല്ലാത്ത നാച്ചുറോപ്പതി. നിങ്ങൾ ആരാ? അയ്യോ, എന്നെ അറിയില്ലേ? ഞാൻ ഭയങ്കര ഫേമസ് ഒക്കെയാണ്. കേട്ടിട്ടുണ്ടാവണമല്ലോ. ഡോക്ടർ സനോജ് മോൺസൺ, ദി ഫേമസ് ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ. താൻ ഈ മണ്ണ് ചികിത്സയും വെള്ളം ചികിത്സയും കാന്തൻ ചികിത്സ ഒക്കെ അല്ലേ പഠിച്ചത്? പിന്നെ എപ്പോഴാണ് ഈ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ആയത്? ഞാനേ എന്നെ തന്നെ വിളിക്കുന്നതാണ് ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ. എനിക്ക് എന്നെ എന്ത് വേണേലും വിളിക്കാമല്ലോ. തനിക്ക് വേണ്ടെങ്കിൽ വിളിക്കണ്ടോ? താൻ എന്തിനാണ് ഈ സ്റ്റെത്ത് എപ്പോഴും കഴുത്തിലിട്ടോണ്ട് നടക്കുന്നത്? ഞാൻ കഴുത്തിൽ ചെത്തിട്ടപ്പോ എന്താ പ്രശ്നം? ഈ ഭാരതീയ നിയമസംഹിതയിലെ അങ്ങനെ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. ഞാൻ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ഇതെന്റെ കഴുത്തിൽ തന്നെ ഉണ്ടാകും. എന്നാ പിന്നെ ഉറങ്ങുമ്പോഴും കൂടി വെച്ചോ, ഇരുന്നോട്ടെ. ബൈ ദി ബൈ, കുട്ടി, ഈ പ്രകൃതിയുടെ ശക്തി കുട്ടിക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാണ്. പ്രകൃതിയുടെ ശക്തി എന്താണെന്ന് നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കറിയാം. നൂറ്റാണ്ടുകളായി അത് കണ്ടുകൊണ്ടിരിക്കുന്നവളാണ് ഞാൻ. നൂറ്റാണ്ടുകളോ? അതിന് കുട്ടിക്ക് എത്ര വയസ്സായി? കുറെ ആയി. ഓ ഓ ഓ ഓ, തമാശക്കാരി. പക്ഷേ ഞാനീ പറയുന്നത് തമാശയല്ല. എന്താണ് എല്ലാവരുടെയും മുഖത്ത് ഒരുമാതിരി ഒരു പുജ്ഞം? വേണ്ടാട്ടാ. ആ ഫേസ്ബുക്ക് ഒന്ന് തുറന്നിട്ട് നമ്മുടെ പഴയ ക്രിക്കറ്റ് താരം നവജോത് സിംഗ് സിദ്ധുവിന്റെ പേജ് ഒന്ന് എടുത്തു നോക്ക്. അങ്ങേർക്കിപ്പോ എന്താ പറ്റിയ? അങ്ങേരെന്താ വീണ്ടും സെഞ്ചുറി അടിച്ച? ഓഞ്ഞ കോമഡി. അങ്ങേർക്കൊന്നും പറ്റിയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ക്യാൻസർ മാറിയത് എങ്ങനെയാണെന്ന് അദ്ദേഹം വിശദമായി എഴുതിയിട്ടുണ്ട്. വെറും നാരങ്ങ വെള്ളം, പച്ചമഞ്ഞള്, വേപ്പില, തുളസിയില, കരിപ്പെട്ടി കാപ്പി, ഇതൊക്കെ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ക്യാൻസറിൽ നിന്നും രക്ഷപ്പെട്ടത്. പിന്നെ എന്റെ തന്നെ വാഴപ്പിണ്ടി ചികിത്സയും വേൽക്കുള്ളലും കൊണ്ട് മാത്രം ക്യാൻസർ മാറിയ എത്ര പേര് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെയാണെങ്കിലേ നമ്മുടെ MLA പത്രക്കാരുടെയും ചാനലുകാരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞത് കേട്ടില്ലേ? ഏത്? ആ സ്റ്റേജിന്റെ മുകളിൽ തലയും കുത്തി വീണ MLA? ആ, അതന്നെ. കൊച്ചിയിലെ ഏറ്റവും പ്രശസ്തമായ ആശുപത്രിയിൽ 1 മാസം കടന്നു. പക്ഷെ രോഗം മാറിയത് പ്രസാദമാണെന്നും പറഞ്ഞ് ഡോക്ടർമാര് കാണാതെ ഒളിച്ചു വെച്ച്
ദേ ഇങ്ങനെ ഇങ്ങനെ തേച്ച ഹോമിയോ മരുന്ന് കൊണ്ടാണ്. ദേ എടുത്ത് നോക്ക്, എല്ലാ ചാനലിലും വന്നിട്ടുണ്ട്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസ്റ്ററുകൾ വരുന്നുണ്ട്. പഴയ സിനിമാ നടൻ രാഘവൻ എഴുതിയത് വായിച്ചിട്ടുണ്ടാ? ഇല്ല. ആ, അദ്ദേഹത്തിന്റെ മോൻ സിനിമാ നടൻ ജിഷ്ണു, അറിയില്ലേ? ക്യാൻസർ ആയിരുന്നു. ആരൊക്കെയോ പറയണ കേട്ടിട്ട് ലക്ഷ്മി തരുവും മുള്ളാത്തയും ഒക്കെ കൊടുത്താണ് ചികിത്സിച്ചത്. പക്ഷേ ആള് പോയി. വെയില് കൊള്ളിച്ചിട്ടുണ്ടാവില്ല, അത് തന്നെ. അദ്ദേഹത്തിന് ഇപ്പോ ഭയങ്കര കുറ്റബോധമാണ്. മോനെ നല്ലൊരു ഓങ്കോളജിസ്റ്റിനെ കാണിച്ച് ചികിത്സിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞ് എപ്പോഴും കരയും. കുട്ടി കുട്ടി ഇതൊന്നും ശ്രദ്ധിക്കരുത്. ഞാൻ പറയുന്നത് മാത്രം വിശ്വസിച്ചാൽ മതി. ഈ അലോപ്പതി ഡോക്ടർമാർക്ക് തിരക്കൊഴിഞ്ഞിട്ട് വല്ലതും പുതിയത് വായിക്കാനോ പഠിക്കാനോ വല്ല നേരമുണ്ടോ? ഞാനാണെങ്കിൽ തുടർച്ചയായി പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ ഏതെങ്കിലും സയന്റിഫിക് ജേർണലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ? പബ്ലിക്കേഷനോ? ഈശ്വര, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. പബ്ലിക്കേഷൻ എന്തിനു പബ്ലിഷ് ചെയ്യണം? എനിക്ക് ഈ അവാർഡുകളിലും പബ്ലിസിറ്റിയിലൊന്നും യാതൊരു താല്പര്യവുമില്ല. എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് എടുത്തു നോക്കൂ. അതിൽ വരുന്ന കമന്റ്സ് നോക്കിയാൽ മാത്രം മതി. അതൊക്കെ കാശ് കൊടുത്തിടിക്കുന്നതല്ലേ. തനിക്ക് ശീലമുണ്ടല്ലേ? ഇത് കേക്ക്. മരിക്കുന്നത് വരെ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞ ഒരു പ്രമേഹ രോഗി ഒരാൾ പറഞ്ഞു പേടിപ്പിച്ചു. ആരായിരിക്കും? ഇവിടുത്തെ പ്രശസ്തനായ ഒരു അലോപ്പതി വിദ്വാൻ. പാവം രോഗി ഭാഗ്യത്തിന് വന്നു പെട്ടത് എന്റെ അടുത്താണ്. ഞാൻ പറഞ്ഞു, നിർത്തിക്കോ, ആ മരുന്നുകൾ അങ്ങോട്ട് നിർത്തിക്കോന്ന്. പകരം ഞാൻ പറയുന്ന ഡയറ്റ് പ്ലാൻ അതേപടി 1 മാസം ചെയ്യണം. എന്നിട്ട് ഷുഗർ കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് കാണാം. 1 മാസം, ഒരൊറ്റ മാസം പോയി. ആര്? രോഗിയോ? അല്ലടോ, പ്രമേഹം പോയി. അയാളിതാ ഇപ്പോഴും നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നുണ്ട്. ലഡുവും ജിലേബിയും ഒക്കെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരും. ആളൊരു സ്പേ ആണല്ലേ. SP? സ്വയം പൊക്കി. ബൈ കുട്ടി, ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതല്ലേ കുട്ടിയുടെ ഇപ്പോഴത്തെ പേടി? പേടിക്കണ്ട, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മാത്രം മതി. ദിവസവും 1 മണിക്കൂർ വെയിൽ കൊള്ളണം. പറ്റില്ലേ? പറ്റില്ല, ഞാൻ പകൽ പുറത്തിറങ്ങില്ല. എന്നാ വേണ്ട, ഒരു 4 അല്ലി വെളുത്തുള്ളി, കുറച്ച് ചെറുനാരങ്ങ നീര, കുറച്ച് ഇഞ്ചി, ഇവ സമാസമം ചേർത്ത് രാവിലെ വെറും വയറ്റിൽ 1 ആഴ്ച കഴിച്ചു നോക്കണം. കുട്ടിയുടെ കൊളസ്ട്രോൾ മാറും, ഫാറ്റി ലിവർ മാറും, ഹാർട്ട് ദിങ്ങട് നോക്കി ദിങ്ങനെ പടക്കുതിരെ പോലെ ഓടും. ടക 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 ടകടാന്ന്. ഏതടവൻ കഴുത്തിൽ പാമ്പനെയും ചുറ്റിട്ട് താനെന്താ പരമശിവനാ? താനാരാ? ഞാനാരാ? താനാരാണെന്ന് എനിക്കറിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് അറിയാം. അല്ല, ഇതേതാ സ്ഥലം? കോഴിക്കോടോ കൊല്ലോ? കോട്ടയാണ് അല്ലേ? അല്ല, ഊളമ്പാറ. ഇയാളിത് എന്തൊക്കെയാ പറയണത്? ഇത് പെരിന്തൽമണ്ണയാടോ. അല്ല, ഇതേതാ ഈ പെണ്ണ്? എവിടെയോ കണ്ടിട്ടുള്ള പോലെ. എന്താ പേര്? ചന്ദ്ര. ചന്ദ്രേ? അതെന്ത് പേര്? ശരിക്കുള്ള പേര് പറയടോ. നീലി. നീലി കൊള്ളാം. അല്ല, ഈ കള്ളിയങ്കാട്ട് നീലി ആണോ? അതെ. എന്റെ അമ്മോ, അപ്പൊ ചോരൊക്കെ കുടിക്കോ? കുടിക്കും. ആണോ? എന്നാ കുടിച്ചോ, എന്റെ ചോര കുടിച്ചോ. വൈറ്റ് പോയ്സൺ, ഉപ്പ് പഞ്ചസാര ഒട്ടുമില്ലാത്ത ചോരയാണ്. O നെഗറ്റീവ്. കുടിച്ചോളൂ, എത്ര വേണമെങ്കിലും കുടിച്ചോളൂ. O നെഗറ്റീവ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എടോ, താൻ ആ കുട്ടിയുടെ അടുത്ത് കോമഡിക്ക് നിക്കല്ലേ. അത് നെഞ്ചുവേദന ആയിട്ട് ഡോക്ടറെ കാണാൻ നിക്കാണ്. ഡോക്ടറെ കാണ്? എന്തിന്? പോക്കറ്റിലെ ഡോക്ടറോട് ചോദിച്ചാ പോരെ? പോക്കറ്റിലെ ഡോക്ടറോ? ദേ ഇത് ഗൂഗിളിനോട് ചോദിച്ചാ പോരേന്ന്. പറയ് കുട്ടി, പറയ്, എന്താ പ്രശ്നം? നെഞ്ചുവേദന, പിന്നെ തലകറക്കം. അത്രയുള്ളൂ? നോക്കട്ടെ. നമ്മുടെ ഗൂഗിൾ കള്ളമെന്നും പറയില്ലടാ, നമ്മുടെ ജെമിനി കള്ളമെന്നും പറയില്ലടാ. അയ്യോ, ചതിച്ചല്ലോ കൊച്ചേ. ഈ ഗൂഗിള് പറയണത് അറ്റാക്കാണെന്ന്, ഹാർട്ട് അറ്റാക്ക്. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കിട്ടോ. പടച്ചോനെ, എടോ സത്യാണോ? ഞാൻ ഗൂഗിളിനോടും ജെമിനിയോടും ഒക്കെ ചോദിച്ചു, രണ്ടിടത്തുനിന്ന് ഒരേ ഉത്തര, ഹാർട്ട് അറ്റാക്ക്. എടോ,
നിങ്ങൾ എന്ത് നോക്കിയിരിക്കുക? ആംബുലൻസ് വിളിയെന്ന്, 108 വിളിക്കാൻ. സത്യേട്ടാ, നിങ്ങളുടെ അനിയന്റെ ആശുപത്രി ഇവിടെ അടുത്തല്ലേ? വേഗം ഈ കുട്ടി ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോ. അയ്യോ, അവിടെ കൊണ്ടായിട്ട് കാര്യമൊന്നുമില്ല. ഹാർട്ട് അറ്റാക്കിനൊക്കെ ആയുർവേദത്തിന് എന്ത് ചെയ്യാനാണ്? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതെ, ഇങ്ങനെയുള്ള എമർജൻസി കേസിനൊക്കെ മോഡേൺ മെഡിസിൻ തന്നെയാണ് നല്ലത്. അവരെങ്ങനെയെങ്കിലും ജീവൻ രക്ഷപ്പെടുത്തി തന്നാൽ പിന്നെ ഞങ്ങൾ ആയുഷ്കാർ നോക്കിക്കൊള്ളാം. അത് ശരി. ഒരു എമർജൻസി വരുമ്പോ ആയുസ് നീട്ടാൻ ആയുഷ്കാരെ കൊണ്ട് പറ്റൂല. അതിന് മോഡേൺ മെഡിസിൻ തന്നെ വേണം. ഞാൻ പോവാണ്. ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. അതെ അതെ, സ്കൂട്ടാവാ, അതാ നല്ലത്. പ്യാരി, പ്യാരി, നീ എന്താ എവിടെ നിക്കണത്? വന്നേ, ട്രെയിൻ ഇപ്പൊ പോകും. മണ്ടു അല്ലേ? മണ്ടോദരി? ആ ആ, റസി? ആ, ഇത് അനിയനാണോ? ആ അതെ. ആള് മിടുക്കനാട്ടോ. ഗൂഗിള് നോക്കി ഇവൻ ദേ ഈ കുട്ടിക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് കണ്ടുപിടിച്ചു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കായിരുന്നു. അയ്യോ, അതൊന്നും വിശ്വസിക്കല്ലേ. ഇവൻ ഗൂഗിളോ എന്താണ്ടൊക്കെ നോക്കി പ്രകൃതി ചികിത്സക്കാരൻ പറയണ കേട്ട് ഉപ്പിടാത്ത ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ചോറിൽ ഉപ്പില്ല, കറിയിൽ ഉപ്പില്ല, എന്തിന് ഉപ്പിലിട്ടതിൽ പോലും ഉപ്പില്ല. യെസ് യെസ് യെസ്, വൈറ്റ് പോയ്സൺ. ഉപ്പ്, പഞ്ചസാര, വൈറ്റ് പോയ്സൺ. ഉപ്പ്, പഞ്ചസാര, വൈറ്റ് പോയ്സൺ. ഉപ്പ്, കേട്ടോ പഞ്ചസാര, കേട്ടോ, white ഇത് poison. തന്നെയാണ്. ഒന്നിലും ഉപ്പില്ല. എന്നിട്ടെന്താ, ഇതെങ്ങനെയായി? കിളി പോയി. അന്തോ കുന്തോ ഇല്ലാതെ എന്തൊക്കെയോ പറയും. ഇതിപ്പൊ ഡോക്ടറെ കാണിച്ചിട്ട് വരികയാണേ. സോഡിയം കുറഞ്ഞിട്ടാത്രേ. അവിടെ നിന്ന് തന്നെ ഒരു കുപ്പി ഗ്ലൂക്കോസും കേട്ടിട്ട് ഇനി വീട്ടിൽ പോയിട്ട് കഞ്ഞി അച്ചാറൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ട് വിട്ടതാണ്. ഞാനത് വാങ്ങാനായിട്ട് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് നോക്കിയപ്പോ ആളെ കാണാനില്ല. ദേ എവിടെ? ദാ പിന്നെയും പോയി. പ്യാരി, പ്യാരി. ഒരു വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത കുറെ എണ്ണം ഹെൽത്ത് ഇൻഫ്ലുവൻസേഴ്സ് ആണെന്നും പറഞ്ഞ് യൂട്യൂബിലും FBയിലും കയറിയിരുന്ന് ഓരോ മണ്ടത്തരങ്ങൾ പറയും. അതെല്ലാം കേട്ട് വിശ്വസിക്കാൻ ഇതുപോലെ കുറെ മണ്ണുണ്ണികളും. എനിക്ക് ഡോക്ടറെ കാണണം, വേദനയുണ്ട്. എന്റെ പഠിച്ചോനെ, ഈ കൊച്ചിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇവിടെ ആരുമില്ലേ? ഹലോ, ഞാൻ ഡോക്ടർ വിഷ്ണു. നിങ്ങൾ പറഞ്ഞൊക്കെ കേട്ടു. മോഡേൺ മെഡിസിൻ, ആയുർവേദം, യുനാനി, പ്രകൃതി ചികിത്സ, കാന്ത ചികിത്സ, അക്യൂപങ്ചർ, എന്തിന് ഗോമൂത്ര ചികിത്സ വരെയുണ്ട്. ഒരു രോഗം വരുമ്പോൾ ഇതിൽ ഏത് സ്വീകരിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഇപ്പോൾ നാട്ടിൽ പലർക്കുമുണ്ട്. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് വന്ന ഈ കുട്ടിയുടെ കാര്യം ഊഹിക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ശാസ്ത്രീയമായ അടിത്തറയുള്ള വ്യക്തമായ തെളിവുകളുള്ള ചികിത്സാരീതി തന്നെ സ്വീകരിക്കുന്നതാണ് രോഗിയുടെ ആയുസ്സിനും ആരോഗ്യത്തിനും നല്ലത്. യു നോ സംതിങ്? Modern medicine is not an enemy of tradition. It is the evolution of every truth that once existed. If Ayurveda or homeopathy or any alternative system gives scientific evidence, then modern medicine welcomes it, because what matters is not the system but the proof behind it. ചന്ദ്ര അല്ലേ? കുട്ടി പറഞ്ഞ രോഗലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് ആവാനാണ് സാധ്യത. അല്ലാതെ ഹാർട്ട് അറ്റാക്ക് ഒന്നും ആവില്ല കേട്ടോ, പേടിക്കണ്ട. ഭക്ഷണം വല്ലതും പുറത്തുനിന്ന് വാങ്ങി കഴിച്ചതാണോ? ഐ മീൻ പാക്കറ്റ് ഫുഡ്? അതെ. ആ, അത് തന്നെയാണ് കാരണം. കഴിയുന്നതും ഫ്രഷ് ഫുഡ് കഴിക്കാൻ നോക്കണം. ഫ്രഷ് ഫുഡ് ഇപ്പോൾ ഇഷ്ടം പോലെ അവൈലബിൾ ആണല്ലോ. ഡോക്ടറുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? O നെഗറ്റീവ് ആണോ? എന്റെ റബ്ബേ, ഈ പെണ്ണിന്റെ പല്ല് കണ്ട? ഇത് യക്ഷിയാണ്. സാറേ പോര്, സാറേ പോര്. നിക്ക് നോക്കട്ടെ. സാറേ പോര്, സാറേ ജീവൻ വേണമെങ്കിൽ പോര്. രോഗികളെ പറഞ്ഞു പറ്റിച്ച് ബാങ്ക് അക്കൗണ്ട് നിറയ്ക്കാൻ ശ്രമിക്കുന്നവർ ആരായാലും ശ്രദ്ധിച്ചോളൂ. ഞാൻ എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്കിടയിൽ, നിങ്ങളിൽ ഒരാളായി, നിങ്ങൾ പോലും അറിയാതെ. ഇൻസ്റ്റലേഷനാണല്ലേ? പുതിയ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും കാണാൻ ഞാൻ അവരുടെ വീടുകളിൽ ചെല്ലുന്നുണ്ട് രാത്രി 12 മണിക്ക് ശേഷം. ദീപാവലിയും ഇൻസ്റ്റലേഷനും ഒരുമിച്ച് വന്നതല്ലേ? ആഘോഷങ്ങൾ തുടങ്ങിക്കോളൂ.
ഞാനുമുണ്ട് കാണാൻ.